മകളെ, ജെറുസലേം പ്രയർ ലൈനിലേക്ക് കൂട്ടത്തോടെ വന്നുകൊണ്ടിരിക്കുന്നവർ, ഒറ്റയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നവർ, സമൂഹമായി സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നവർ എല്ലാവരെയും പ്രത്യേകമായ വിധത്തിൽ വിശുദ്ധനായ ബെർക്കുമാൻസിൻ്റെ കരങ്ങളിലൂടെ നിത്യപിതാവിന് സമർപ്പിക്കുകയാണ്. മകളെ, ഞാനൊന്ന് ചോദിക്കട്ടെ, എന്നും ഒരു അനുഗ്രഹത്തിൻ്റെ മകനാകണോ നിനക്ക്? എന്നും കരുണ നിറഞ്ഞ ഒരു കുടുംബമാകണോ? എന്നും കൃപ കിട്ടുന്ന ഒരു വ്യക്തിയായി മാറണോ? ഒറ്റ കാര്യം, വചനം ശ്രവിക്കുക, വചനം വായിക്കുക, വചനം പരിശീലിക്കുക. തീർച്ചയാണ് ഇന്ന് ഒരു അനുഗ്രഹത്തിൻ്റെ വലിയ അക്ഷയപാത്രവുമായി ഈശോ നിന്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. ഇതാ കർത്താവ് തരുന്ന വചനം, 115 സങ്കീർത്തനം 15 വാക്യം. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മക്കളെ, ദൈവവചനം പാലിച്ചാൽ, ദൈവവചനം അനുസരിച്ചാൽ, ഇതാ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ ദൈവം അനുഗ്രഹവുമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. കർത്താവ് ഒരുക്കി വച്ചിരിക്കുന്ന അനുഗ്രഹം ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഓരോരുത്തർക്കും ഉള്ളതാണ്. എന്താണ് കർത്താവ് ഒരുക്കി വച്ചിരിക്കുന്ന അനുഗ്രഹം? ഒന്ന്, നഗരത്തിലും വയലിലും നീ അനുഗ്രഹിക്കപ്പെടും. 2, നിന്റെ സന്തതികളെ അവിടുന്ന് അനുഗ്രഹിക്കും. 3, വിളവുകളും മൃഗങ്ങളും ആട്ടിൻ പറ്റവും അനുഗ്രഹിക്കും. അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കും. സകല പ്രവൃത്തികളിലും അനുഗ്രഹം നൽകും. വിളവിന് മഴ നൽകി അനുഗ്രഹിക്കും. നീ കടം കൊടുക്കും, കടം വാങ്ങേണ്ടി വരികയില്ല. നിനക്ക് എന്നും അഭിവൃദ്ധി ഉണ്ടാകും, അധോഗതി ഉണ്ടാകുകയില്ല. മകളെ, 8 അനുഗ്രഹങ്ങളാണ് നിയമാവർത്തന പുസ്തകം 28 അധ്യായത്തിൽ നമ്മോട് പറയുന്നത്. അത് നിനക്ക് വേണ്ടിയാണ്, എനിക്ക് വേണ്ടിയാണ്, നമുക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഈ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, വിദ്യാർത്ഥികളെ, ഫുള്ള് A+ നിനക്ക് വേണോ? വചനം ഈ പ്രയർ ലൈൻ സ്ഥിരമായി കേൾക്കുക. വിദേശത്ത് പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന യുവതി യുവാക്കന്മാരെ, വിസ റിലീസ് ചെയ്യാൻ വചനം നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ. ദമ്പതിമാരെ, സന്താനങ്ങളെ കിട്ടുവാൻ വചനം മാംസമണിയട്ടെ. രോഗികളെ, രോഗപീഡ എന്ന് വിട്ടുമാറാൻ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക. വളർത്തുമൃഗങ്ങൾ ചത്ത് ഒടുങ്ങുന്നവരോട് ആ പ്രയർ ലൈൻ്റെ ലൈൻ അവിടെ നിന്ന് കേൾപ്പിക്കുക. ഹന്നാം വെള്ളം എടുത്ത് തെളിക്കുക. കൃഷിഭൂമി വരണ്ട് ഗുണം നൽകാതിരുന്നാൽ ഗുണമേന്മയ്ക്കായി വചനം വായിക്കുക. ക്യാൻസർ രോഗികളെ, ട്യൂമർ രോഗികളെ, കിഡ്നി രോഗികളെ, പലവിധ രോഗപീഠകളാൽ കഷ്ടപ്പെടുന്നവരെ, ഇതാ പരിശുദ്ധ അമ്മ കാനായിലെ കല്യാണ വീട്ടിൽ അത്ഭുതങ്ങൾ നടത്തിയതുപോലെ നിന്റെ ഹൃദയത്തെ തൊടുന്നു, നിന്റെ ശരീരത്തെ തൊടുന്നു, നിന്റെ രോഗങ്ങളെ തൊടുന്നു. അത്ഭുത സൗഖ്യം ഇപ്പോൾ 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 സംഭവിക്കട്ടെ. ഓരോരുത്തരെയും അനുഗ്രഹിച്ചുകൊണ്ട് മാതാവ് നീങ്ങുന്നത് കടന്നു നിന്ന് കാണുന്നുണ്ടോ? തൊട്ടനുഗ്രഹിച്ച് കർത്താവ് നീങ്ങുകയാണ്. ഇതാ നിങ്ങളുടെ വീട്ടിൽ വാതിൽ തുറന്നു കൊടുക്കുക, ഹൃദയത്തിന്റെ വാതിൽ തുറക്കുക. ഇതാ കർത്താവ് സ്പർശിക്കുന്നു. അവനെ തൊട്ടവരും അവനെ കണ്ടവരും സൗഖ്യം പ്രാപിക്കട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും, ഈ ശുശ്രൂഷ പങ്കെടുത്ത എല്ലാ മക്കളോടും, രോഗികളോടും, ആരോഗ്യമുള്ളവരോടും, കടക്കണിപ്പെട്ടവരോടും, പരീക്ഷയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സർവ്വമക്കളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.